കോട്ടയം ഏറ്റുമാനൂർ എന്ന സ്ഥലത്ത് ഷൈനി എന്ന ഒരു ചേച്ചി രണ്ട് മക്കളെയും ചേർത്ത് ആത്മഹത്യ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു, ട്രെയിനിന്റെ മുന്നിൽ 3 പേരും കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് ആ പൈലറ്റ് പറഞ്ഞൊരു വാക്കുണ്ട്. അതായത് ആ ഒരു സീന് കണ്ടപ്പോൾ ശരിക്കാകെ ഞെട്ടിപ്പോയി എന്നുള്ളത്. ദൂരെ നിന്ന് നോക്കുമ്പോൾ ആരോ നിൽക്കുന്നു എന്നൊരു സംഭവം മനസ്സിലായി. പിന്നെ അടുത്തേക്ക് എത്തും തോറും അത് ഒരാളല്ല 3 പേരാണ്, 2 കുഞ്ഞുങ്ങളും കൂടെ ഉണ്ട് എന്ന ആൾ മനസ്സിലാക്കുകയാണ്. ഈ ട്രെയിനൊക്കെ ആയതുകൊണ്ട് തന്നെ ബ്രേക്ക് ഇട്ട് നിർത്താൻ കഴിയുന്ന ഒരു സാഹചര്യമൊന്നുമല്ല, നിർത്താൻ കഴിയില്ല. അങ്ങനെ അവരെ വണ്ടി തട്ടുന്നു, അവർ മരണപ്പെടുകയാണ്. പിറ്റേ ദിവസം തന്നെ ഇതൊരു സാധാരണ ആത്മഹത്യ എന്ന രീതിയിലാണ് ആദ്യം ചർച്ച വന്നത്. പക്ഷെ പിന്നീട് അങ്ങോട്ടാണ് ഇതിന്റെ പിന്നിൽ വലിയ കുറെ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു എന്ന് അറിയുന്നത്. ഈ ഷൈനിയുടെ ഭർത്താവ് ഇവരെ ഗാർഹിക പീഡനം നടത്തുന്നു. അതുപോലെ തന്നെ ഈ ഷൈനിയുടെ ഫാമിലിയും വലിയ രീതിയിൽ ഒരു സപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല. ഓക്കെ, എന്താണ് ഈ വാർത്ത എന്ന് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ട് ഇറ്റ്സ് മീ കൈസിന്റെ വീഡിയോയിൽ നിന്ന് കുറച്ച് ഭാഗം കേൾപ്പിച്ചു തരാം. ഭർത്താവ് നോബിയുടെയും അയാളുടെ സഹോദരനായ ബോബി എന്ന പള്ളിലച്ഛന്റെയും ഉപദ്രവങ്ങൾ സഹിക്കാൻ കഴിയാതായതോടെയാണ് ഷൈനി തന്റെ 2 പെൺമക്കളെയും കൂട്ടി ആത്മഹത്യ ചെയ്യുന്നത്. ഭർത്താവ് നോബി ഷൈനിയെ നിരന്തരമായി ഉപദ്രവിക്കുമായിരുന്നു. ഏകദേശം 1 വർഷം മുമ്പ് ഒരു രാത്രി നോബി ഷൈനിയെ വീട്ടിൽ നിന്നും അടിച്ചിറക്കി വിട്ടു. എന്നിട്ടും അയാൾ നിർത്തിയില്ല. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മൂത്ത മകനെ കൊണ്ട് ഷൈനിക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ കള്ള പരാതി കൊടുപ്പിച്ചു. നോബി ഒറ്റയ്ക്കല്ല, എല്ലാറ്റിനും സഹോദരനായിട്ടുള്ള വൈദികനും കൂടെ ഉണ്ടായിരുന്നു. ഷൈനി നോബിയിൽ നിന്നും അകന്ന് താമസിക്കാൻ തുടങ്ങിയതോടെ പിന്നെ അവരെ ശാരീരികമായി ഉപദ്രവിക്കാൻ കഴിയാതെ വന്നല്ലോ. അതോടെയാണ് തന്റെ സഹോദരന്റെ പിടിപാട് വെച്ച് മറ്റു പല രീതികളിലും ഷൈനിയെ ഉപദ്രവിക്കാമെന്ന് നോബി തീരുമാനിക്കുന്നത്. മകനെ കൊണ്ട് പരാതി കൊടുപ്പിച്ചത് മാത്രമല്ല, നോബിയുടെ വീട്ടുകാരുടെ ആവശ്യത്തിന് വേണ്ടി കുടുംബശ്രീയിൽ നിന്നും ഷൈനി എടുത്ത 3 ലക്ഷം രൂപയുടെ ലോണിന്റെ അടവും ഇവർ ഷൈനിയുടെ തലയിലിട്ടു. ഈ ലോണിന്റെ അടവുമായി ബന്ധപ്പെട്ടും ഈ പള്ളിയിലച്ഛൻ ഷൈനിയെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയിറക്കി. ഷൈനിക്കും മക്കൾക്കും നോബി ചെലവിന് കൊടുക്കാതെയായി. മക്കളുടെ പഠിപ്പും ലോണിന്റെ അടവും ഒക്കെ ആയിട്ട് പണത്തിന് വേണ്ടി ഷൈനി നട്ടം തിരിഞ്ഞു. പക്ഷെ അവർ വെറുതെ ഇരുന്നില്ല. ഷൈനി ഒരു നഴ്സിംഗ് ഗ്രാജുവേറ്റ് ആയിരുന്നു. അവർ ജോലിക്ക് വേണ്ടി ശ്രമിച്ചു. പക്ഷെ അവിടെയും ഈ പള്ളിലച്ഛൻ കയറി ഇടപെട്ട് ഷൈനിക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ ഇല്ലാതാക്കി. പാലിയേറ്റീവ് ലഭിച്ച ഒരു താൽക്കാലിക ജോലി ഇയാൾ ഇടപെട്ട് ഇല്ലാതാക്കി. അങ്ങനെ അവർ 2 പേരും ചേർന്ന് എല്ലാം കൊണ്ടും ഷൈനി ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ സൈ കെട്ട് എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചപ്പോൾ ഷൈനി മക്കളെയും കൊണ്ട് റെയിൽവേ ട്രാക്കിലേക്ക് നടക്കുകയായിരുന്നു. അമ്മയും മക്കളും പരസ്പരം കെട്ടിപ്പിണർന്നുകൊണ്ട് മരണത്തെ പുലുക്കി. ഓക്കെ, നിങ്ങൾ ഈ ഒരു പുരോഹിതനെ കുറിച്ച് പറഞ്ഞു കേട്ടില്ലേ? അതായത് ഒരു പള്ളിയിൽ അച്ഛനാണ്, ഒരു പുരോഹിതനാണ്. മറ്റുള്ള ആളുകളുടെ ലൈഫ് ഇങ്ങനെ ആക്കുന്ന ആളുകളൊക്കെ എങ്ങനെ പുരോഹിതൻ എന്ന് പറയുക? ഒരിക്കലും പറയാൻ കഴിയില്ല. യേശുവിൻ്റെ പിൻഗാമികൾ, ആ മതം വളർത്താൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ, എത്രയോ ആളുകളെ നമ്മളെപ്പോഴും ആരാധിക്കുന്നുണ്ടല്ലേ? അതായത് നമ്മുടെ മദർ തെരേസ എന്നൊക്കെ പറയുമ്പോൾ അവരൊക്കെ ഒരുപാട് ആളുകൾ, ആരും തിരിഞ്ഞു നോക്കാത്ത കുഷ്ഠരോഗികളായിട്ടുള്ള ആളുകളെ പോലും സംരക്ഷിച്ച് ചേർത്ത് നിർത്തിയ ആളുകളാണ്. അപ്പോൾ അവരുടെയൊക്കെ വില ഇങ്ങനെയുള്ള പള്ളിയിലച്ചന്മാർ അങ്ങ് ഇല്ലാണ്ട് ആക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള പള്ളിയിലച്ചന്മാർ ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാട്. ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് മരണങ്ങളെ കുറിച്ചിട്ട് അറിയുന്നുണ്ടാവുമല്ലോ, ഒരു സിസ്റ്റേഴ്സിന്റെ മരണങ്ങളെ കുറിച്ചിട്ടൊക്കെ. അപ്പോൾ അങ്ങനെ കുറേ നാറികൾ എല്ലാ ഇടങ്ങളിലും ഉണ്ടാവും. ഇവരൊക്കെ എത്രയും പെട്ടെന്ന് പിടിച്ച് പുറത്തേക്ക് ഇടുക എന്നുള്ളതാണ്. ഇപ്പൊ നോബിയും ഷൈനിയും തമ്മിൽ ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും വലിയ ചെറിയ സൗന്ദര്യപ്പിണക്കങ്ങളാവും ഉണ്ടായിരുന്നുണ്ടാവുക. അതിനെ നേരെ പോലെ ആക്കി അവർ ലൈഫിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് പുരോഹിതന്മാരുടെ ഒക്കെ ഒരു കാര്യം. അങ്ങനെ തന്നെയാണ് അത് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ അതല്ല ചെയ്തിട്ടുള്ളത്. ഷൈനി എന്ന് പറയുന്ന സ്ത്രീയെ കൂടുതൽ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. 3 മക്കളുണ്ട് അവർക്ക്. അതിൽ ഇവർ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് ഈ പയ്യൻ ഇവിടെ ഇല്ല, ചെക്കൻ പഠിക്കാൻ ഇവിടെ പോയിക്കുകയാണ്. പക്ഷെ ഈ 2 പെൺകുട്ടികൾ ഒന്നും അറിയാത്ത, നിങ്ങളെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ആ 2 പെൺകുട്ടികളുടെ ഒരു വീഡിയോ ഒന്ന് കണ്ടോക്കെ. അവരൊന്നും ഒന്നും അറിയുന്നില്ല. അവർ പറക്കാൻ പറ്റാത്ത കുട്ടികളാ. പറക്കാനുള്ള സമയം ആയി തുടങ്ങിയിട്ടുള്ളൂ. അപ്പോഴത്തേന് അവരുടെ ജീവിതം തന്നെ ഇല്ലാണ്ടാക്കുക. ഈ നോബി എന്ന് പറയുന്ന ഈ ഒരു നാറിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗാർഹിക പീഡനത്തിന് മുന്നേ തന്നെ ഈ ഒരു സ്ത്രീ കംപ്ലൈന്റ് കൊടുത്തതാണ്. അന്നൊന്നും അത് കാര്യമായിട്ട് നോക്കിയില്ല. കാരണം ഈ പള്ളിയിലെ ചെവന്റെ ചേട്ടനാണെന്നൊന്നും അറിയില്ല. അയാൾ ഒരു മറ്റേടത്ത മനുഷ്യനാണ് കേട്ടോ, വേറെ കാര്യം. മനുഷ്യൻ എന്ന് പറയില്ല, കാടൻ. അയാളെ ഒരാൾക്കും താല്പര്യമില്ല. ആ നാട്ടിൽ, ആ ഇടവകയിലുള്ള ഒരു മനുഷ്യനും താല്പര്യമില്ല. അയാൾക്കെതിരെ ശക്തമായിട്ട് ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇയാൾ ഓസ്ട്രേലിയയിലൊരു പള്ളിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അയാളെ ജോലി അവിടുന്ന് കളയാൻ വേണ്ടി പരമാവധി മലയാളികൾ ശ്രമിക്കുന്നുണ്ട്. പല പുരോഹിതന്മാരും ഇമാതിരി ഊളത്തരം ചെയ്യുന്നുണ്ട്. ഇതൊരു മതത്തിനെ മാത്രം വെച്ച് പറയല്ല, എല്ലാ മതങ്ങളിലും ഓരോ പുരോഹിതൻ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ഡിതന്മാരായി നിൽക്കുന്ന ആളുകളാണ്. ശരിക്കും അവരുടെ വില കളയുന്ന ഒരുപാട് ആളുകൾ എല്ലാ മതത്തിലുണ്ട്. ഇവിടെ ഷൈനി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയെ ചേർത്ത് പിടിക്കേണ്ട ആ ഒരു നാറി ചെയ്ത ഊളത്തരങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത്. മുഴുവൻ കേട്ടിട്ട് നമുക്ക് സംസാരിക്കാം.
ഇതോടെ ഈ സംഭവം നാട്ടുകാർക്കിടയിൽ വലിയ ചർച്ചാ വിഷയമായി മാറി, വിവാദവുമായി. പ്രത്യേകിച്ച് പള്ളിയിലച്ഛന്റെ ഇടപെടലുകളാണ് ഷൈനയും മക്കളെയും മരണത്തിലേക്ക് തള്ളിവിട്ടതെന്ന് അറിഞ്ഞതോടെ ക്രിസ്ത്യൻ സമൂഹം ഒന്നടങ്കം ഇളകി. നോബിക്കെതിരെയും പള്ളിയിലച്ഛനെതിരെയും വലിയ പ്രതിഷേധങ്ങളാണ് നടന്നത്. ഭാര്യയുടെയും മക്കളെയും മൃതദേഹം ഏറ്റുവാങ്ങാൻ വന്ന നോബിയെ തെറി അഭിഷേകം കൊണ്ടാണ് നാട്ടുകാർ വരവേറ്റത്. വൻ പോലീസ് സുരക്ഷ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അയാൾ ജീവനോടെ രക്ഷപ്പെട്ടത്. എന്തായാലും ഈ കേസിൽ ഷൈനയ്ക്ക് നീതി ലഭിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. കാരണം ഇവര് നല്ല പിടിപാടുള്ള ആൾക്കാരാണ്, പ്രത്യേകിച്ച് ഈ പള്ളിയിലച്ഛൻ. പക്ഷേ ഈ സംഭവം വലിയ ചർച്ചയായതോടെ പോലീസിന് വേറെ വഴിയില്ലാതെയായി. ഒടുവിൽ ഷൈനയുടെ ഭർത്താവ് നോബിയെ പോലീസ് പൊക്കി. പ്രാഥമിക ചോദ്യം ചെയ്യലുകൾ കഴിഞ്ഞു. കൂടുതൽ നടപടികൾ വൈകാതെ ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നോബിക്കെതിരെ ഷൈനി ഗാർഹിക പീഡന കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് അതൊന്നും എവിടെയും എത്തിയില്ല. പിടിപാട് വെച്ചാൽ അതിൽ നിന്നൊക്കെ അയാൾ ഊരിപ്പോന്നു. എന്നാൽ ഇപ്പോൾ ഷൈനി ആത്മഹത്യ ചെയ്തതോടെ ആ കേസ് വീണ്ടും കുത്തിപ്പൊങ്ങി വന്നിരിക്കുകയാണ്. ഓക്കെ, ഷൈനി മുന്നേ കേസ് കൊടുത്തു. അത് പള്ളിയിലച്ഛന്റെ ബലം, പവർ കൊണ്ട് അവരെ തേച്ചു മാച്ച് കളഞ്ഞു എന്നുള്ളതാണ്. ഏകദേശം ഒരു 12ഓളം ആശുപത്രികളിൽ ഇവർ കയറി ഇറങ്ങിയിട്ടുണ്ട്. നഴ്സാണല്ലോ ജോലിക്ക് വേണ്ടിയിട്ട്. പല ആശുപത്രികളിൽ നിന്നും ഇവർക്ക് വർഷം കുറച്ച് ഗ്യാപ്പ് വന്നതുകൊണ്ട് അവർക്ക് ജോലി കൊടുത്തില്ല. ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ആശുപത്രി പറഞ്ഞ കാര്യം, കമ്പനി തന്നെ ബിസിനസ് ആണല്ലോ, അവർ പറഞ്ഞൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷം ഫ്രീ ആയിട്ട് നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി തരാം എന്നുള്ളതാണ്. ഫ്രീ ആയിട്ടേ. അവരെ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ കഷ്ടപ്പെടുക. ഒരുപാട് ആളുകൾ എടുത്തു പോകുന്നുണ്ട്. അതൊക്കെ ഈ പള്ളിയിലച്ഛൻ ഇടപെടൽ നടത്തിയിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരു തൊഴിലുറപ്പിന് പോകാനാണെന്നുണ്ടെങ്കിൽ പോലും അതിന് സാഹചര്യങ്ങളില്ല എന്നുള്ളതാണ്. ഈ പള്ളിയിലച്ഛനോട് ഇത്ര അധികം വിദ്വേഷം ഉണ്ട്, അതായത് ആളുകൾക്ക് ഉണ്ട്. അതേപോലെ ഈ ഭർത്താവ്, ഇവരുടെ ഭർത്താവിനോട് നോബിയോടും താല്പര്യമില്ല ആൾക്കാർക്ക്. ഇവരെ ഈ ഒരു അടക്കം ചെയ്യുന്ന ഈ ഒരു സമയത്ത്, ബോഡി കൊടുക്കുന്ന സമയത്ത് ഇദ്ദേഹം വരുമ്പോൾ ഇയാളെല്ലാവരും അടിച്ച് അമർത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. ഇത്ര അധികം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിദ്വേഷം അയാളോട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീയെ നിങ്ങൾക്ക് മരിക്കുന്നതിന് മുന്നേ തന്നെ സഹായിക്കൂടെ? ചോദിക്കുകയാണ്. ഇത്ര ആളുകൾ വലിയ ഡയലോഗ് അടിക്കുന്നുണ്ട്, അത് കാരണം ചോദിക്കുക. അവരെ കൊല്ലാനിട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു കാര്യത്തിൽ ജനങ്ങൾക്ക്, നാട്ടുകാർക്കും പങ്കുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നോബി ഇങ്ങനെയാണ്, അച്ഛൻ എങ്ങനെയാണ് എന്ന് നിങ്ങൾ വാദോരാതെ സംസാരിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് ആ സ്ത്രീക്ക് ഒരു ജോലി വാങ്ങിക്കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ല? അപ്പൊ ഈ ഒരു കാര്യത്തിൽ ഞാൻ നിങ്ങളെയും കുറ്റപ്പെടുത്തും. ജനങ്ങൾ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്നു, ഒരാൾ മരിക്കേണ്ടി വന്നു, 2 പാവപ്പെട്ട കുട്ടികൾ, അവരെന്ത് പഴച്ചു, അവരെന്ത് ചെയ്തു എന്നാ? ഞാൻ ഫേസ്ബുക്കിൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്താണ് ഈ വീഡിയോ കാണുന്നത്. അതായത് ആകാശദൂതിൽ ആ ഒരു പാട്ടൊക്കെ ഇട്ടിട്ടാണ് ഇവർ മ്യൂസിക്കൊക്കെ ഇട്ടിട്ട്. അപ്പൊ ഞാൻ അതെന്ത് സംഭവം എന്ന് അറിയാതെ കണ്ടു. ഞാൻ കൂടുതൽ അറിയുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യ. ഭയങ്കരമായിട്ട് വിഷമം. 2 ദിവസമായിട്ട് ഈ വീഡിയോ ഞാൻ ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ എനിക്കത് വാർത്ത കേൾക്കും തോറും വിഷമാവുക. ഇപ്പോഴാണ് കുറച്ചൊന്നും ഓവർകം ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇങ്ങനെ കുറേ നാറികൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ചേർത്ത് പിടിക്കേണ്ടവരെ ചേർത്ത് പിടിക്കാതെ ചവിട്ടി അരയ്ക്കും. ചവിട്ടി അരക്കപ്പെട്ട് കഴിഞ്ഞാൽ വേറെ ആളുകൾ പറയും അവനത് ചെയ്യുന്നത് ഞാൻ കണ്ടതാണ്. പിടിച്ചു വെക്കാനോ അവരെ സഹായിക്കാനോ ആരും ഉണ്ടാവില്ല. അതുപോലെ തന്നെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ മുന്നിൽ നിന്ന ബോബി എന്ന പള്ളിയിലച്ഛനും പണി കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അയാൾ ഇപ്പോൾ ഓസ്ട്രേലിയയിലെ ഒരു ഇടവകയിലാണ് പള്ളിയിലച്ഛനായി ജോലി ചെയ്യുന്നത്. അവിടുത്തെ വിശ്വാസികളായിട്ടുള്ള മലയാളികൾ ഇയാൾക്കെതിരെ മാസ് പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞു. മിക്കവാറും അച്ഛൻ അവിടുന്ന് പുറത്താകും. നാട്ടിലെ സഭയും അച്ഛനെ കൈവിട്ടതായാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ നാട്ടിൽ വന്നാൽ പോലീസ് പൊക്കാനും സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും നാട്ടിലെ സഭയൊക്കെ ഇയാളെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സഭയോടുള്ള വില ആണ് ഇല്ലാണ്ടാവും. ആ താല്പര്യം പോകുന്നുള്ളതാണ്. ഇങ്ങനെയുള്ള നാറുകളെ ചെരുപ്പ് കൊണ്ട് അടിച്ച് പല്ല് കൊഴിക്കുകയാണ് വേണ്ടത്. ഇവനൊന്നും പുരോഹിതൻ ആവാനുള്ള യാതൊരു യോഗ്യതയില്ല. കുറെ എണ്ണം ഉണ്ട് കേട്ടോ, എല്ലാ മതത്തിലും ഉണ്ട്, പണ്ഡിതന്മാരാണെന്ന് പറഞ്ഞിട്ട് കുറെ നാറികളുണ്ട്. നാറികൾ ഇനി എവിടെയുണ്ട് എന്നുണ്ടെങ്കിൽ നാറ്റം സഹിക്കുന്നില്ല തോന്നുന്നുണ്ടെങ്കിൽ ചവിട്ടി അങ്ങ് അരക്കണം. അത്ര എനിക്ക് പറയാനുള്ളൂ. ഈ വിഷയത്തിൽ ഈ ഒരു പള്ളിയിലച്ഛൻ്റെ പങ്ക് വലിയ പങ്കാണ്. ഇവരെ കൊന്നത് ഒരു പക്ഷേ അവരാണ്. മരണപ്പെട്ടു എന്ന അല്ല, ആത്മഹത്യ എന്നല്ല പറയുക, കൊന്നത് ഈ പറയുന്ന പള്ളിയിലച്ഛനാണ്. പിന്നെ ഈ നോബി ഈ ഒരു പെൺകുട്ടി, ഈ ഒരു സ്ത്രീയെ വീട്ടിൽ നിന്നും അടിച്ച് ഇറക്കി റോട്ടിൽ കൊണ്ടേ ഇട്ടു എന്നുള്ളതാണ്. വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കിയിട്ട് ആ കുഞ്ഞുങ്ങളും എത്താൻ അവർ റോട്ടിൽ വന്ന് കിടക്കേണ്ട അവസ്ഥ വന്നു. ആ ഒരു സമയത്താണ് ഷൈനിയുടെ വീട്ടിലേക്ക് അവർ പോകുന്നത്. ഈ ഷൈനിയുടെ അച്ഛൻ ഈ വിഷയത്തിൽ ഭയങ്കര പേടി. ഈ മരണ വാർത്തയിലൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുക, അയാൾ ഭയങ്കര ചിരിക്കുക, അയാൾക്ക് എന്തോ ഒരു പേടി അല്ലെങ്കിൽ ഒരു ഇതുമില്ലാത്തൊരു എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ എന്നുള്ള ഒരു ധാരണ. സ്വന്തം മക്കള് മരണപ്പെട്ട് കഴിഞ്ഞാൽ മകളും അതല്ല മരുമക്കളാണ് മരണപ്പെട്ടുള്ളത്, അയാൾക്ക് യാതൊരു കുഴപ്പമില്ലെന്നേ. ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മൾ എന്താ പറയുക? ഷൈനി അവസാനമായിട്ട് ഒരു ജോലി ചോദിച്ചുകൊണ്ട് ഒരു ചേച്ചിയെ വിളിച്ചതാണ്. ഈ ഒരു വോയിസ് ഒന്ന് കേട്ടെ. ഊട്ടിയിലാണോ? എടി, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എടി, നമ്മുടെ ഏഷ്യക്കാട്ടിൽ ഇപ്പം വേക്കൻസി വല്ലതുകൊണ്ട് അറിയാവോ? നീ ഇവിടെ ഇപ്പം ആരെങ്കിലും അറിയുന്നവരുണ്ടോ എന്ന് വിളിച്ച് ചോദിക്കാവോ? ഞാൻ ഓർക്കുമായിരുന്നു ഇപ്പം കുറച്ച് നാളൊരു വർഷത്തേക്കുള്ള അവിടെ ഒന്ന് കയറി പോയി നോക്കിയാന്ന് വെച്ചാൽ ഈ അമേരിക്കയുടെ NRSRന് എഴുതി കഴിഞ്ഞാലും അതിപ്പോൾ 1 വർഷത്തോളം എടുക്കും അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം കഴിയണമെങ്കിലേ. എന്നാൽ ആ സമയം കൊണ്ട് നാട്ടിലെങ്ങും ഒന്നും കിട്ടുന്നില്ല. ഞാൻ ഒത്തിരി തപ്പി. എന്നാൽ എനിക്ക് എന്നാൽ പിന്നെ പിള്ളേരെ വല്ല ഹോസ്റ്റൽ നിർത്തിയിട്ട് ഏഷ്യക്കാട് വല്ല 1 വർഷം വെച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ ആ സമയം കൊണ്ട് നമുക്കൊരു പ്രസൻറ്റ് എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും. ആ സമയം കൊണ്ട് നമുക്ക് ജോലിയും ചെയ്യാമായിരുന്നല്ലോ, ഓർത്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ കുറേ ആയിട്ട് എനിക്കിപ്പോൾ നമ്മുടെ ഏഷ്യൻ ഹാർട്ടിലെ ആ
ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട്, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പേ. കുറേ ആയിരുന്നു. ഇപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മെസ്സേജസൊക്കെ വിടുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ വല്ലതും വന്നിട്ടുണ്ടോ? പിന്നെ വേറെ എന്നാ വിശേഷം? ഇപ്പം കഴിഞ്ഞ ഫെബ്രുവരി ഇല്ല 17 ഡേറ്റ് ഉണ്ടായിരുന്നു, അതിനും പുള്ളി വന്നില്ല. പുള്ളി ഇപ്പം നാട്ടിൽ വന്നിട്ടുണ്ട്, ആരും വന്നില്ല. ഈ ലെറ്റർ അവർ കൈപ്പറ്റുന്നില്ല. ഇപ്പം 3-4 പ്രാവശ്യമായി. എന്നാ റീസൺ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ ഇത്ര നാളായിട്ടും വക്കീൽ ഇനിയിപ്പോൾ അടുത്ത ഏപ്രിൽ 17 അടുത്ത ഡേറ്റ് ഇരുന്ന്, ഏപ്രിൽ 9 അടുത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പിള്ളേർക്ക് ചെറുതാനുള്ള പൈസ അയക്കുക കാണണം. അത് എന്താ ചെയ്താന്ന് അറിയത്തില്ല. ഏതായാലും ഇത് നീണ്ടു പോകുന്ന പരിപാടിയാണ്. അതിപ്പോൾ ഒരു തീരുമാനവും ആവുന്നില്ല. അതിപ്പോൾ ഇത്ര നാളായി ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. പട്ടിണിയാണ് പട്ടിണി. സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ആ ഒരു സ്ത്രീ ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. ജീവിക്കാൻ വേറെ വഴിയില്ല. ഇപ്പൊ സമൂഹം പറയാണ് അയാൾ ഇങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ. നിങ്ങളൊക്കെ ഏത് അങ്ങാടിയിലെ ഉള്ളിൽ പറ്റിയെടുത്ത് കിടന്നിരുന്നത്? ആ ഒരു സ്ത്രീ നിങ്ങൾക്ക് എന്നോ സഹായിക്കാമായിരുന്നു. എന്നിട്ട് മരണത്തിന് വിട്ടുകൊടുത്തതിന് നിങ്ങളും പങ്കുണ്ട്. അത്ര എനിക്ക് പറയാനുള്ളൂ. അവരെ സഹായിക്കേണ്ട ഇടത്ത് നിങ്ങളെല്ലാവരും എന്നിട്ട് അവസാനം കല്ലറയുടെ മുന്നിൽ യുദ്ധം നടന്നു എന്നുള്ളതാണ്. ഭർത്താവിൻ്റെ ഇടവകയിലേക്ക് ഇവരെ ബോഡി കൊണ്ടുപോകണം. ഈ ഒരു സ്ത്രീയുടെ ഇടവകയിൽ അവരെ ബോഡി അടക്കം ചെയ്യണം എന്ന് നാട്ടുകാരും. നിങ്ങൾ ഈ അടക്കം ചെയ്യാൻ വേണ്ടി തല്ലുണ്ടാക്കിയില്ലേ? ഈ അടക്കം ചെയ്യുന്നതിന് മുന്നേ ആ ഒരു സ്ത്രീ കാല് പിടിച്ച് കരഞ്ഞ ഒരവസ്ഥ ഉണ്ട്. ആ ഒരു അവസ്ഥയിൽ നിങ്ങളെ കൊണ്ടൊന്നും ഒരു പുണ്ണാക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളും കുറ്റക്കാരാണ് ഈ വിഷയത്തിൽ. എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നുക, 2 പെൺകുട്ടികൾ, ആ ചെറിയ കുട്ടികളെ ചേർത്ത് പിടിച്ച് അവർ ട്രെയിനിന് മുന്നിൽ ചാടിയപ്പോൾ പൈലറ്റിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അയാൾ എന്ത് ചെയ്യാൻ? അയാൾ വിഷമം ചീറി പൊളിച്ചു, കരഞ്ഞുകൊണ്ട് തല താഴ്ത്തിയിരിക്കുക, തട്ടിത്തെറിപ്പിക്കുകയാണ്, കൺമുന്നിലാണ് നടക്കുന്നത്. നിങ്ങൾ ഈ വോയിസ് കേട്ടപ്പോൾ തന്നെ അവരെ നിസ്സഹായ അവസ്ഥ എന്ന് കണ്ടോ? ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അവർ. ജീവിക്കാൻ അത്ര അധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള പുരോഹിതന്മാരൊക്കെ വെച്ച് പൊറുപ്പിക്കുന്ന നാട്ടുകാർക്ക് സല്യൂട്ട് കൊടുത്തേ വെക്കുള്ളൂ. ഇനി ന്യായീകരിച്ചിട്ട് കാര്യമില്ല. അവർ നഷ്ടപ്പെട്ടു. ഇനി ഇവരെ ഉപദ്രവിച്ച ആളുകൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുക. എന്ത് ഗുണം ഉണ്ടാവും? ഇവരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ജാമ്യത്തിലിറങ്ങും. ആ പള്ളിയിൽ വെച്ച് നാട്ടിൽ വരും, വീണ്ടും പോകും. ഇത്രേ ഉള്ളൂ. വത്തിക്കാനിലേക്ക് പിടിക്കും, അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പിടിക്കും. സിമ്പിളായിട്ട് അവർ നാട്ടിൽ ജീവിച്ച് നടക്കും. അപ്പോൾ ആ 2 കുഞ്ഞുങ്ങൾ, ആ സ്ത്രീ എന്ത് തെറ്റ് ചെയ്തു? കൂടുതലായിട്ടൊന്നും പറയേണ്ടതായിട്ടില്ലല്ലോ. പരമാവധി ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ. എനിക്ക് പ്രത്യേകം പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇത്തരം ശാരീരിക ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ മാനസികമായിട്ട് ആളുകൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സോഷ്യൽ മീഡിയ, ഈ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, അവിടെ എവിടെയെങ്കിലും ഒരു കുറിപ്പോ ഒരു വീഡിയോ നിങ്ങൾ ഇടുക. തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കാൻ ആളുകൾ വരും. നിങ്ങളുടെ ചുറ്റിലുള്ള നാട്ടുകാർ എന്ന് പറഞ്ഞ ആളുകളൊക്കെ നിങ്ങൾ മരിച്ചതിന് ശേഷം അവിടെ അയാൾ ഇങ്ങനെ ചെയ്തു, ഇയാൾ ഇങ്ങനെ ചെയ്തു എന്ന് പറയല്ലേ വേണ്ടത്. നമ്മൾ സഹായിക്കാനാണ് വേണ്ടത്. ഒരുപാട് ആളുകൾ ഇതേ രീതിയിൽ നിൽക്കുന്നുണ്ടാവും. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ സഹായിക്കും, അത്രേ ഉള്ളൂ. എത്ര കോടിക്കണക്കിന് രൂപ ഉള്ള ആളുകളുണ്ട് അറിയാം, ഭയങ്കര സമ്പാദ്യമുള്ള ആളുകളുണ്ട് അറിയാം ഇവിടെ. അവിടെയൊക്കെ സഹായിക്കാണ്ടിരിക്കൂല. ഇനി ഒന്നും വേണ്ട, മലയാളികൾ ഒന്നൊരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും രക്ഷപ്പെടുത്താൻ കഴിയുമെന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനെ കുറെ കുരുട്ട് ബുദ്ധിയോടുകൂടി ആളുകൾ പ്രതികരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലേ? ഷൈനിയുടെ ജീവൻ, അതേപോലെ 2 കുഞ്ഞുങ്ങളുടെ ജീവൻ എടുത്തതിൽ നാട്ടുകാർക്കും പങ്കുണ്ട്.